പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഹമീദ് കാരാട്. ഭാരതം അതിന്റെ മതേതരത്വ ചട്ടക്കൂട് ഭരണഘടന നിലനിർത്താൻ വേണ്ടിയുള്ള അഹോരാത്ര പരിശ്രമത്തിലാണ്. അതിനുവേണ്ടി ജാതി മതഭേദ വർഗദേശ ഭാഷ വ്യത്യാസമില്ലാതെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ എല്ലാവരും സമരരംഗത്താണുള്ളത്. സമരം വൻ പുരോഗതിയിലാണ്, പ്രതീക്ഷയോടുകൂടെ നടത്തുന്നതാണ്. ഈ സമരത്തിന്റെ ലക്ഷ്യം മതേതരത്വം നിലനിർത്താനാണ്. അതേസമയം സമരത്തിൽ നുഴഞ്ഞു കയറിയ ഒരു ടീമുണ്ട്. അത് മതേതര വിരുദ്ധരാണ്, മതേതരത്തെ അനിസ്ലാമികമാക്കുന്നവരാണ്. അവരുടെ പേര് ജമാഅത്ത് ഇസ്ലാമി എന്നാണ്. അത് കൃത്യമായി എല്ലാവരും പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. പലപ്പോഴും സംഘ് പരിവാർ ശക്തികൾ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റ് നിഷ്പക്ഷക്കാരുടെ ഇടയിൽ പലപ്പോഴും പറയുന്ന ചില പുസ്തകങ്ങളുണ്ട്, ചില ചൂണ്ടിക്കാണിക്കുന്ന ചില വരികളുണ്ട്. അത് സയ്യിദ് മൗദൂദിയുടേതാണ്, അത് ജമാഅത്ത് ഇസ്ലാമിയുടേതാണ്. അവർ ആയുധമാക്കുന്ന ടൂളുകൾ, അവരെ വർഗീയത പെരുപ്പിക്കാൻ വേണ്ടിയിട്ട്, കണലുകൾ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ചില കണ്ടന്റുകൾ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ സംഘപരിവാറിന്റെ ചാരന്മാരെന്നോ അല്ലെങ്കിൽ മോദി ഭക്തരെന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് നമ്മെ പോലെയുള്ള ആളുകളെ തിരുത്താനല്ല. അത്ര ഊർജൊന്നും വേണ്ട ജമാഅത്ത് ഇസ്ലാമിയെ തിരുത്താൻ. ജമാഅത്ത് ഇസ്ലാമിയോട് പറയുക, ഒന്നുകിൽ നിങ്ങൾ മതേതര പക്ഷത്ത് ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ മതേതര വിരുദ്ധ ചേരിയിൽ നിങ്ങൾ ആണത്തത്തോടെ നട്ടല് വിരിച്ച് അത് സത്യം തുറന്നു പറയും. അവരുടെ പുസ്തകങ്ങളില്, അവരുടെ രഹസ്യ ക്ലാസ്സുകളില്, അവരുടെ പ്രവർത്തനങ്ങളില്, അവരുടെ ചില പ്രഭാഷണങ്ങളിലൊക്കെ മതേതരത്വം എന്നത് ഈമാനിന് വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, ഹറാമാണ്, ഷിർക്കാണ് എന്നൊക്കെ പറയാം. ഇപ്പുറത്ത് വന്നിട്ട് പൊതുവില് ആളുകളുടെ ഇടയിൽ ആളാവാൻ വേണ്ടി, അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മതേതര ജനാധിപത്യ ദേശീയതയ്ക്ക് വേണ്ടി ഉറഞ്ഞുതുണ്ട. ഇതല്ലേ മലയാളത്തിൽ അക്ഷരം തെറ്റാതെ പറഞ്ഞാൽ കാപഢ്യം. കടുത്ത കാപഢ്യത്തിന്റെ അപ്പോസ്തലന്മാരാണ് ജമാഅത്ത് ഇസ്ലാം. ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താം. ഇതാ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം. അബുൽ മൗദൂദിയുടെ പുസ്തകമാണ് ഇത്. IPH എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇറക്കുന്ന പുസ്തകമാണ്. പുസ്തകത്തിൽ ഒന്നാണ് ഇത്. മൗദൂദിയുടെ ഒരു പ്രസംഗം പുസ്തകമാക്കിയതാണ്. ഇതില് മതേതരത്വത്തിനും ദേശീയതക്കും ജനാധിപത്യത്തിനും എതിരായി മൗദൂദി ശബ്ദിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിൽ അത്തരം 3 തത്വങ്ങൾക്ക് വിപരീതമായി മൗദൂദി മറ്റൊരു തത്വങ്ങളും കൂടെ ഇറക്കുമതി ചെയ്യുകയാണ്. ഇതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് പോലും, അത് മതേതര രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് എന്നത് പോലും മൗദൂദി പച്ചക്ക് പറയുന്നുണ്ട്. ഇതിലെ 25-ാമത്തെ പേജ് ഞാനിത് വായിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധയും ചിന്തയും പോവേണ്ടത്, ഇപ്പോ പൊതുനിരത്തുകളിൽ കൊടി പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അല്ല ഖുലൂ തക്ബീർ വിളിച്ച് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് സമരം ചെയ്യുന്ന മൗദൂദി കുട്ടികളെയാണ്. അവരെയാണ് നിങ്ങളെ ശ്രദ്ധയിൽ പോകേണ്ടത്. അവരിപ്പം വിളിക്കുന്ന ഓരോ ശൈലികളും ഓരോ രീതികളും അത് അവരുടെ ശൈലിയല്ല. അവർക്ക് അധികാര കസേര നിലനിർത്താൻ വേണ്ടി, അവരുടെ മതേതരത്വത്തിന്റെ വിരുദ്ധമായ രീതിയിലേക്ക് അവർക്ക് പിൽക്കാലത്ത് ഇന്ത്യയെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അജണ്ട നടപ്പിലാക്കൽ മാത്രമാണ്. ഈ പുസ്തകം അതിന് സാക്ഷിയാണ്. ഇതുപോലെ പല പുസ്തകങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുടെ ഏത് പുസ്തകം, ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട പുസ്തകം, ഏത് പുസ്തകം എടുത്ത് പരിശോധിച്ചാലും അവർക്ക് മതേതരത്വത്തിനോട് ഒരു താല്പര്യമില്ല. പിന്നെ ഇപ്പം നടത്തുന്ന സമരങ്ങൾ മതേതരത്വത്തിന്റെ പേരിൽ അവർ നടത്തുന്ന പേക്കൂത്തുകൾ മാത്രമാണ്, അവരെ അജണ്ട നടപ്പിലാക്കാനുള്ള ചില കോമഡികൾ മാത്രമാണ്, നാടകങ്ങൾ മാത്രമാണ്. ഈ പുസ്തകത്ത് പറയുന്ന 25-ാമത്തെ പേജിൽ മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിനും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വിസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകുന്നു.
ജനാധിപത്യം, ദേശീയ ജനാധിപത്യം, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം ഈമാനിക വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, മുസ്ലിമീങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തതാണ് എന്നാണ് അബുൽ മൗദൂദി കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകം ഇപ്പോഴും അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പുസ്തകം. ഇത് 2017 കോപ്പിയിലെ 25 പേജ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് 2007 കോപ്പിയാണ്. 12 എഡിഷനിലായി 1956 മുതൽ ഇപ്പോഴും അടിച്ചു വെക്കുന്നു. മൗദൂദി 47 നടത്തിയ ഒരു പ്രസംഗമാണ്. ഇന്ത്യ വിഭജിക്കുന്ന ആ കാലഘട്ടത്തിൽ മൗദൂദി നടത്തുന്ന ഒരു പ്രസംഗം ഇപ്പോഴും പല ഭാഷകളിലായി അടിച്ചു വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഇപ്പൊ മതേതരത്തിന് വേണ്ടി വാദിക്കുന്നത്. IPH വഴി ആയിരക്കണക്കിന് കോപ്പികൾ വിൽക്കുന്ന ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് വന്നിട്ട് മതേതരത്തിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. കാപഡ്യമേ നിന്റെ പേര് ജമാഅത്ത് ഇസ്ലാമി. ഈ പുസ്തകത്തിന്റെ തന്നെ 15ാമത്തെ പേജ് ഞാൻ വായിക്കുന്നു. നമ്മുടെ പക്ഷത്തിൽ പ്രസ്തുത 3 തത്വങ്ങൾ, അതായത് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, 3 തത്വങ്ങളും അബദ്ധജടിലങ്ങളാണ്. അബദ്ധജടിലങ്ങളാണെന്ന് മാത്രമല്ല, മനുഷ്യനിന്ന് അകപ്പെട്ടു പോയിട്ടുള്ള സകല ദുരിതങ്ങളുടെയും വിനാശങ്ങളുടെയും നാരായവര് ആ 3 തത്വങ്ങളാണെന്ന് കൂടി നാം ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വിരോധം വാസ്തവത്തിൽ അതേ തത്വങ്ങളോടാണത്രേ. നാം നമ്മുടെ മുഴുശക്തിയും ഉപയോഗിച്ച് അവയ്ക്കെതിരെ സമരം നടത്തിയേ തീരൂ. ജനാധിപത്യ രാജ്യത്ത് നിന്നിട്ടേ മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യത്തിനെതിരിൽ 3 തത്വങ്ങൾക്കെതിരിൽ സമരം നടത്തണമെന്ന് പച്ചക്ക് ഇടൻ അജണ്ട കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ഇപ്പോ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നാൽ എന്താണ് അതിന് ഏത് അർത്ഥത്തിലാണ് അവരെ പറയേണ്ടത്, ഏത് രീതിയിലാണ് അവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. കാരണം അവരും സംഘപരിവാറും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അത് വൻകിട ഏത് പാർട്ടി പറഞ്ഞാലും, ഏത് പാർട്ടി പറഞ്ഞില്ലെങ്കിലും, മുഖ്യധാര ഏത് പാർട്ടി അവരെ കൂട്ടുപിടിച്ചാലില്ലെങ്കിലൊക്കെ സത്യമാണ്. അവരെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. 20ാം പേജിൽ നിന്ന് കേട്ടോളൂ. നമ്മുടെ വിരോധം കേവലം മതേതര ദേശീയ ജനാധിപത്യ വ്യവസ്ഥിതിയോടാണ്. അതിനെ ചലിപ്പിക്കുന്ന കൈകൾ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ പാശ്ചാത്യന്റെയോ പൗരസ്ത്യന്റെയോ ആരുടെ തന്നെ ആയാലും കൊള്ളാം. എന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന മുസ്ലിമോ ഹിന്ദോ ക്രിസ്ത്യനോ എന്നുള്ള എല്ലാ വിഷയം, മതേതരത്താണ് വിഷയം. മതേതര രാജ്യത്തിന് ഇപ്പൊ പ്രധാനമന്ത്രി ഒരു മുസ്ലിം ആയിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ പ്രസിഡന്റ് മുസ്ലിമായിട്ടും കാര്യമില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ആരായിരുന്നാലും കൊള്ളാം. ഏത് നാട്ടിൽ ഒരു ജനത, ഏത് നാട്ടിൽ ഏത് ജനതയുടെ മേൽ ഈ ഭയങ്കര വിപത്ത് അടിച്ചേൽപ്പിക്കുന്നതായാലും അവിടുത്തെ ദൈവദാസന്മാരെ നാം ശക്തിയുക്തം ആഹ്വാനം ചെയ്യുന്നതായിരിക്കും ഈ വിപത്തിനെ കുറിച്ച് ജാഗരൂകരാകുവാൻ, അതിനെ തുടച്ചുമാറ്റി ഒരു ഉത്തമ സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കുവാൻ. എന്ന് വെച്ചാൽ മതേതര ദേശീയ ജനാധിപത്യം തുടച്ചു നീക്കിയിട്ട് സാമൂഹിക വ്യവസ്ഥ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഇവരെ ഹുക്കുമത്തയിലായി സ്ഥാപിക്കണം എന്നതിന് ആകത്തുക. പ്രസ്തുത 3 തത്വങ്ങൾക്ക് പകരമായിട്ട് ഇയാൾ തന്നെ 3 തത്വം വേറെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിന്റെ 20ാമത്തെ പേജിൽ. ഇനി ഈ പുസ്തകം ഓരോ വരികളും, ഈ പുസ്തകത്തിന്റെ 25ാമത്തെ പേജിൽ 2ാമത്തെ ഖണ്ഡിക പറയാം, സുഹൃത്തുക്കളെ, നാം സംക്ഷിപ്തമായി വിവരിച്ച ഈ 3 തത്വങ്ങളും അഭിനവ സംസ്കാരത്തിന്റേതായ ദേശീയ മതേതര ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരിൽ ഒരു ദൈവിക മാനുഷിക ജനപ്രാതിനിധ്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തെ ആവശ്യപ്പെടുന്നതാണ് എന്ന് സ്പഷ്ടം. അതത്രേ ഒരു ദൈവിക മാനുഷിക ജനപ്രാതിനിധ്യ വ്യവസ്ഥിതിയുടെ സംസ്ഥാപനത്തിന് ആവശ്യപ്പെടുന്നതാണ് സ്പഷ്ടം. അതത്രേ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം. ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമാണ് ഇതൊക്കെ തുടച്ചു നീക്കിയിട്ട് മറ്റൊരു വ്യവസ്ഥിതി ഉണ്ടാക്കാണ്. ഈ ജനാധിപത്യത്തെ ഇദ്ദേഹം ഒരു കുഫ്ർ വ്യവസ്ഥിതി വരെ ആണ് എന്ന് വരെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് പകരം ഈ കുഫ്ർ വ്യവസ്ഥിതിയെ നിങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇസ്ലാം അപകടത്തിൽ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നാടിനുള്ള ബഹളവും കോലാഹലവും സൃഷ്ടിച്ച് വിട്ട നിങ്ങൾ ആ ഇസ്ലാമിനെ പ്രയോഗത്തിൽ വരുത്താനുള്ള അവസരം കൈവരുമ്പോൾ അമാന്തം കാണിക്കുകയും ഇസ്ലാമിന്റെ സ്ഥാനത്ത് കുഫ്രിനെ പ്രതിഷ്ഠിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ വ്യാജജടിലമായ മുസ്ലിം വാദം എത്ര ജുഗുപ്സ്വാവഹം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങനെ ഇതിനെ ശക്തി 35 പേജിലായിട്ട് ഇദ്ദേഹം മതേതരത്തിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൗദൂദികൾക്ക് ഇത് അടിച്ച് വിതരണം ചെയ്യുന്ന, ഇത് വിറ്റ് കാശാക്കുന്ന, ഈ അജണ്ട വെച്ച് ഉറപ്പിക്കുന്ന, ഇത് നെഞ്ചേറ്റി ശിരസേറ്റി നടക്കുന്ന മൗദൂദികൾക്ക് മതേതര ജനാധിപത്യ ദേശീയതയ്ക്ക് വേണ്ടിയുള്ള ഈ സമര പോരാട്ടങ്ങളിൽ എന്ത് കാര്യമാണ്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്തെന്ന് വെച്ചാൽ ഇത് ഏത് 12 എഡിഷനിലായിട്ട് ഈ ഇത്രയും വർഷം ഇവരിത് വിറ്റ് കാശാക്കുന്നത് ഇതാണ്. ചിലപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ പറയും അത് യൂറോപ്യൻ മതേതരത്വത്തിനെതിരെല്ലാം മൗദൂദി പറഞ്ഞ, അല്ലെ പാകിസ്ഥാനിന് വേണ്ടിയിട്ടാ പറഞ്ഞ, 47 പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ യൂറോപ്യന്റെ എന്താ ഇവിടെ മലയാളത്തെ അടിച്ച് വിതരണം ചെയ്യുന്നത്?
അങ്ങനെയാണ് പാകിസ്ഥാനിൽ അവിടെ ഉറുദുവിൽ അടിച്ചാൽ പോലെ എന്തിനാണ് ഇന്ത്യയിൽ അടിച്ച് വിതരണം ചെയ്യുന്നു? എന്തിന് കേരളത്തിൽ ഇത്രയും മെഡിസിൻ ലൈബ്രറി? ഇതിൽ ഭാരതത്തിന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഭാരതത്തിലെ അമുസ്ലിമീങ്ങളോട് അവരുടെ നിയമം നടപ്പിലാക്കി, എന്നാലും മതേതരത്വം വേണ്ട, നിങ്ങളുടെ നിയമപ്രകാരം ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് അതല്ലേ സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരൊരു ഭരണഘടനയാണ്, ജമാഅത്ത് ഇസ്ലാമിന്റെ ഭരണഘടന. മൗദൂദി ഈ മതത്തിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളൊക്കെ അവര് അംഗീകരിക്കണം. അതില് ഖണ്ഡിക 8 പേജ് 15 ഖണ്ഡിക 8 6ാമത്തെ വ്യവസ്ഥയായിട്ട് പറയാണ്, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനം വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലോ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിലേക്ക് ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കഴിയുകയാക്കുക. എന്താ ഈ പറഞ്ഞത്? കോടതി ഇവർക്ക് പറ്റില്ല. കോടതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും IPS IAS ഒക്കെയാണല്ലോ ഇവിടെ ഭരണം നിയമം നടപ്പിലാക്കുന്ന ആളുകൾ. അത്തരം സ്ഥാനത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയണം എന്നായി പറഞ്ഞതിന്റെ ആകത്തുക. ഖണ്ഡിക 9 പറയാണ്, 9 8ാം നമ്പറായിട്ട് 7ാം നമ്പറായിട്ട് പറയുന്നു, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാവുക. 8 നിർബന്ധമല്ലാത്ത സമയത്ത് നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഇടപാടുകളുടെ തീർപ്പിനായി അനിസ്ലാമിക കോടതികളെ സമീപിക്കാതിരിക്കുക. ഇത് അവരുടെ ഭരണഘടന. ജമാഅത്ത് ഇസ്ലാമി ആവണമെങ്കിൽ ഇതിൽ 100 കണക്കിന് വേറെ പറയാണ്ട്. ഈ ഭരണഘടന ഇത് പഴയതാണ്, 96 വരെയുള്ളതാണ്. ഇത് 2011 വരെയുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അർത്ഥം. ഇതൊക്കെ ജനങ്ങൾ ഏറെക്കുറെ തിരിച്ചറിഞ്ഞത് കൊണ്ട്, ഇവരെ പ്രസ്ഥാനത്തിൽ ആളെ കിട്ടാത്തത് കൊണ്ടാവണം ഇവരിപ്പം ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ് മറ്റു ന്യൂനപക്ഷങ്ങളിൽ ദലിതരെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഒരു മതേതര മുഖമറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എങ്ങനെ പോയാലും ഇത് അപകടമാണ്. ജമാഅത്ത് ഇസ്ലാമി ആട്ടിൻതോലണിഞ്ഞ ചെന്നായകളെ പോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം വേറെയാണ്, മാർഗം വേറെ. അതൊന്നും മുസ്ലിമീങ്ങൾക്കൊട്ട് യോജിപ്പില്ല. കാരണം അബുൽ മൗദൂദിയെ തന്നെ മുസ്ലിമീങ്ങൾ അംഗീകരിക്കില്ല. 99% 5% മുസ്ലിമീങ്ങളും ഇവരെ മാറ്റി നിർത്തുന്നവരാണ്. ജമാഅത്ത് ഇസ്ലാമിയെ മാറ്റി നിർത്തുന്നവരാണ്. അബുൽ മൗദൂദി ജീവിതത്തിൽ മതം പഠിക്കാത്ത ആളാ. 3.5 വർഷം അദ്ദേഹം ഉറുദു മീഡിയം പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് മതമറിയില്ല. യുക്തിവാദിയും പരിഷ്കാരിയൊക്കെയായി നടന്ന് പരിഷ്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് ഇസ്ലാമിക ശരീഅത്ത് പിച്ചു ചീന്തിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ 35-38 വയസ്സിലൊക്കെ വലിയ താടിയും തൊപ്പിയൊക്കെ വെച്ച് ആത്മീയ ചൂഷണം നടത്തി ആത്മീയ കച്ചവടത്തിന് ഇറങ്ങിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ 9 മക്കളിൽ ഒരാൾ ജമാഅത്ത് ഇസ്ലാമി ചേർന്നിട്ടില്ല. അദ്ദേഹം ഇപ്പൊ വളരെ കാപട്യമായിരുന്നു. 100 ഉറുദു പുസ്തകങ്ങൾ എഴുതി എന്നല്ലാതെ അറബിയിൽ പോലും അഗാധമായ അവഗാഹമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അബുൽ മൗദൂദി. അതുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ പുസ്തകമോ ജമാഅത്ത് ഇസ്ലാമിന്റെ നയനിലപാടോ ചൂണ്ടിക്കാട്ടി സംഘപരിവാരം മുസ്ലിമീങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരാളും പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തന്നെയായിരിക്കും ജമാഅത്ത് ഇസ്ലാമിയെ മാറ്റി നിർത്തുന്നത്. ഒരു രാജ്യം പോയിട്ട്, ഒരു സംസ്ഥാനം പോയിട്ട്, ഒരു ഗ്രാമപഞ്ചായത്ത് പോലും ഒരിക്കലും ഭരിക്കില്ല. ഭരിക്കാൻ അവരെ മുസ്ലിമീങ്ങൾ സമ്മതിക്കില്ല. അവരെങ്ങാനും എവിടെങ്കിലും ഭരണത്ത് വന്നാൽ മുസ്ലിമീങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല പേടിക്കേണ്ടി വരിക. ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന 99% വരുന്ന മുസ്ലിമീങ്ങളായിരിക്കും പേടിക്കേണ്ടി വരിക. കാരണം മൗദൂദികളുടെ ശത്രുക്കൾ, മൗദൂദിയെ ശത്രുപക്ഷത്ത് നിർത്തിയവർ മുസ്ലിമീങ്ങളാണ്. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ് ഉടൻ ബാക്കി കാര്യങ്ങൾ ഇവരെ സംഘപരിവാര ബന്ധങ്ങളിൽ നിന്ന് എത്തിപ്പിക്കുന്ന വിഷയം വെച്ച്, അല്ലെങ്കിൽ ഇതേ വിഷയത്തിലുള്ള മറ്റു പുസ്തകങ്ങൾ വെച്ച് നമുക്ക് നടത്തണം.